അപ്പൊ ഇത് എന്താ പറയാ നമ്മൾ ഷോപ്പിംഗ് ബ്ലൈൻഡ് ഷോപ്പിങ്ങിന് കുറെ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതൊക്കെ അൺബോക്സ് ചെയ്യണം. പിന്നെ എന്റെ സ്കൂൾ ബുക്സ് വന്നിട്ടുണ്ട് 7th അപ്പൊ അതും കൂടെ നമുക്ക് അൺബോക്സ്. അതെ, കുറെ പേര് ചോദിച്ചിരുന്നു. അപ്പൊ അദ്വൈക്കിന്റെ ഒക്കെ പകുതി ഇട്ട് തുടങ്ങിയത് കൊണ്ട് അത് കാണിക്കുന്നില്ല. അപ്പൊ ടീക്കുട്ടിയുടെ ബുക്സ് എന്താണെന്നും പിന്നെ എന്തൊക്കെയാണ് ബ്ലൈൻഡ് ഫോൾഡ് ചാനലിനെ ചാലഞ്ചിൽ നമ്മുടെ ടീക്കുട്ടിക്ക് എടുത്തെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ബ്ലൈൻഡ് ഫോൾഡ് ചാലഞ്ചിൽ ടീക്കുട്ടി അതല്ലാതെയും കുറച്ച് സാധനങ്ങൾ നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതല്ലാതെ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ടീക്കുട്ടി തൊട്ടതാണ് കേട്ടോ. ടീക്കുട്ടിക്ക് ഇഷ്ടമല്ല സാധനം. പക്ഷെ നമ്മൾ ഒരു ചാലഞ്ച് ചെയ്യുമ്പം കുറച്ച് പേര് പറയട്ടിയാ ഇതൊക്കെ ചുമ്മാ നിങ്ങൾ കാണിക്കാണ്, ദാറ്റ് മീൻസ് വാങ്ങിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. നമ്മൾ എല്ലാ സാധനവും വാങ്ങിക്കാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ വീഡിയോ ഒന്നും എടുക്കാൻ നിമിഷാൻറ്റിക്ക് പറ്റാറില്ല. നമ്മൾ അത്ര വലിയ വ്ളോഗേഴ്സ് ഒന്നും അല്ലല്ലോ അല്ലേ ടീയ? ഗാലക്സിന്റെ ഡാർക്ക് ചോക്ലേറ്റോടെ നിമിഷാൻറ്റിക്ക് മറ്റുള്ളവരെ പോലെ വൃത്തിയിൽ എന്താ പറയുക ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒന്നും പറയാൻ അറിയില്ല കേട്ടോ ഗൈസ്. നമ്മൾ ചുമ്മാ അങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം എല്ലാ കാര്യങ്ങളും കോപ്പിക്കോടെ ഒരു പുതിയ സംഭവം. ഈ ഒരു സാധനം കണ്ടിട്ടുള്ളവരുന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കോപ്പിക്കോടെ ഈ ഒരു ഇത് എവിടെ നോക്കട്ടെ, ഡാർക്ക് ചോക്ലേറ്റ് എവിടെ നോക്കട്ടെ കുറച്ചും കൂടെ പീൽ ഓഫ് ചെയ്തേ. ഡാഡിക്കല്ലേ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടം? ആ കഴിച്ച് നോക്കൂ എങ്ങനെയുണ്ട് എക്സ്പ്രഷൻ. ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കിഷ്ടമല്ല, അതൊരു കയ്പുണ്ടാവും. നന്നായിണ്ടോ? എനിക്ക് ഒറിജിനൽ റെഡ് കളർ ഫ്ലേവർ ഇവിടെ നോക്കട്ടെ. ഇത് ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇത് ചെറി ഫ്ലേവർ നോക്കട്ടെ എങ്ങനെയുണ്ട്? എന്താടാ? ഓ ഗൈസ് ഫ്രണ്ടിൽ തന്നെ തുപ്പി ഗൈസ്. എന്തിട്ടാ? റാസ്ബെറി ഇഷ്ടല്ലേ ഗൈസ്? ഓരോന്നിനും ഓരോരോ ടേസ്റ്റ് ആട്ടോ. നന്നായിട്ടില്ല എന്നാണ് ടീക്കുട്ടി പറയുന്നത്. ടീയ ഇതെന്ത് സ്വഭാവം? ഓക്കെ, പിന്നെ ഉള്ളത് നമ്മൾ ഡാർക്ക് ഫാൻറ്റസി ആയിരുന്നു എടുത്തത്. ഡാർക്ക് ഫാൻറ്റസിയിൽ ടീക്കുട്ടി പറയാം ഇതിൽ എക്സ്ട്രാ ചോക്കോ ഫില്ലിങ്സ് ഉണ്ടെന്ന്. സാധാരണ എല്ലാ ഡാർക്ക് ഫാൻറ്റസിൻ്റെ ബോട്ടിലും അത് തന്നെയല്ലേ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പറയണു ഗൈസ്. ഒന്ന് നിങ്ങളൊന്ന് എടാ എന്താണ് ഇങ്ങനെ പറയണത്? എക്സ്ട്രാ ഫില്ലിങ്സ് അങ്ങനെ എനിക്ക് തോന്നിയില്ല. നമുക്ക് നോക്കാം നല്ല എക്സ്ട്രാ ഫില്ലിങ്സ് ഉണ്ടോ നോക്കാം കേട്ടോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ടീക്കുട്ടി വാങ്ങിയത് ബോർബോണാണ്. പിന്നെ ഒരു ടാങ്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയതല്ല കേട്ടോ, ടീക്കുട്ടി ഐഡൻറ്റിഫൈ ചെയ്താണ് ഇതെല്ലാം. ഒരു ആരോ റൂട്ട്. പിന്നെ ഇത് ടീക്കുട്ടി വാങ്ങിയതാ. പിന്നെ ചോക്കീച്ചോ വാങ്ങിയതാ. ഡയറി മിൽക്കൊക്കെ കണ്ടുപിടിച്ചു ഗൈസ്. പിന്നെ നമ്മുടെ ചോക്കോ പൈ. ഇതാണ് ടീക്കുട്ടി പറഞ്ഞത് ബണ്ണ് പോലുള്ള സാധനം അല്ലേ? നിനക്ക് എന്താ അതിൻ്റെ പേര് മറന്നാണോ ടിയ? എന്താ പെട്ടെന്ന് പേര് മറക്കാൻ കാരണം ടിയ? പിന്നെ ഒരു കാര്യം, ഈ വീക്ക് ലാസ്റ്റ് ടീക്കുട്ടി ആഡ് റിലീസ് വരുന്നുണ്ട്. ഈ വീക്ക് ലാസ്റ്റ് ആട്ടോ. ഈ വീക്ക് ലാസ്റ്റ് ആണ് ആഡ് വരുന്നത്. പിന്നെ ടീക്കുട്ടിക്ക് ഒരു അടിപൊളി ബ്രാൻഡിന്റെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് ഗൈസ്. അത് ഏത് ബ്രാൻഡാണെന്നൊന്ന് കമന്റ് ചെയ്യുക. അതൊരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് എന്ന് വേണമെങ്കിൽ അനൗൺസ് ചെയ്യാലോ ടിയ? അല്ലേ? ഇത് ഇന്റർനാഷണൽ ബ്രാൻഡ് തന്നെയല്ലേ? ആണ് 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 ആണ്. അപ്പൊ അത് ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഗൈസ് ഇത് ഒരു മിനിറ്റ് ടിയ, ഇതുണ്ടോ ഇതിന്റെ ഇവിടെ ഈ ഒരു പാറ്റേൺ? ഇത് എന്തോ നീ ഓപ്പൺ ചെയ്തേ എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് പൊട്ടിക്കേട്ടോ. ആ മനസ്സൊന്നും നോക്കട്ടെ, എക്സ്ട്രാ ഫില്ലുണ്ടോ നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ തലയിൽ കുത്തു ഞാൻ ടിയ. ഒന്നുമില്ല, എല്ലാം ഒരുപോലെ തന്നെയാ. എങ്ങനെയുണ്ട്? എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? കുറച്ച് കൂടുതലോ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ മാറിയിട്ടുണ്ടോ? കുറച്ച് മാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ അത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കി ഒരു എറൈസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ, വേറെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ചോക്കി അത്രയേ ഉള്ളൂ. ബാക്കിയൊന്നും ടീക്കുട്ടിക്ക് പറയാൻ പറ്റിയില്ല, കാരണം ഒന്നും അങ്ങനെ അറിയുന്നില്ല. അപ്പോൾ ബ്ലൈൻഡ് ചാലഞ്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും ചാലഞ്ച് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം.
ഗൈസ്, അപ്പം ഇനി നമുക്ക് ടീക്കുട്ടിയുടെ ബുക്സ് കാണിച്ചു തരാം. കുറേ പേരൻസ് ചോദിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ടീക്കുട്ടിക്ക് എക്സാം കഴിഞ്ഞതും, അതായത് മാർച്ച് ലാസ്റ്റിന് റിസൾട്ടും വന്നു, ബുക്സും വന്നു. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളൂ. ഇത് മെല്ലെ താഴത്തോട്ട് ഇട്ടോടാ. ടീക്കുട്ടി ഒന്നും ഇങ്ങനെ ആക്കിയടാ. ഇവിടെ വലിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ടീക്കുട്ടിയുടെ ബുക്സ് എന്ന് പറയുന്നത്. ഇനി ട്യൂഷൻ ടീച്ചറൊക്കെ വന്നിട്ടാണ് ബൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നോട്ട്സ് എല്ലാം സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ടീക്കുട്ടിയുടെ ബുക്സ് ഒക്കെ കാണാം. ടെക്സ്റ്റ് ബുക്സ് മാത്രം എടുത്തേ മോളെ, ആർട്ട് ബുക്കൊന്നും വേണ്ട കേട്ടോ, നോട്ട് ബുക്സും വേണ്ട. അപ്പം ഇതൊക്കെയാണ് ബുക്സ്. നിങ്ങൾക്ക് ഇതിലൊക്കെ സെയിം ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് ടീക്കുട്ടി മലയാളം എടുത്താലോടാ. മലയാളം എടുക്കാം അല്ലേ? ഇപ്രാവശ്യം പറഞ്ഞ ടീക്കുട്ടി മലയാളം ഭയങ്കര സിമ്പിളാണെന്നാണ്. ഇതാണ് മലയാളം. അപ്പം നിങ്ങളുടെ ബുക്സൊക്കെ ഇത് തന്നെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്റർ കാണിച്ചു കൊടുക്കാമല്ലോടാ. ഇതാണ് മലയാളം. വളരെ സിമ്പിളാണ്. ഓക്കെ, 12 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ആ പൂമാല എന്ന് തുടങ്ങുന്ന പദ്യത്തോടു കൂടിയാണ് നമ്മുടെ മലയാളം ബുക്ക് ഇവിടെ ആരംഭിക്കുന്നത്. ടീക്കുട്ടി ഇനി അടുത്തത് ടീക്കുട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെൻറ്റൽ സയൻസ്. ഇത് സോഷ്യൽ സയൻസ് അല്ലേ? ഇതാണ് ടീക്കുട്ടിയുടെ സയൻസ് ബുക്ക്, സോഷ്യൽ സയൻസ് ബുക്ക് എന്ന് പറയുന്നത്. ഇതൊരു ബുക്കാണ്. ഇപ്രാവശ്യം എല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ലൈക്ക് എൻവയോൺമെൻറ്റ്, പിന്നെ ഇൻസൈഡ് അവർ എർത്ത്, അവർ ചേഞ്ചിങ് എർത്ത്, പിന്നെന്താ ഒരു എയർ, വാട്ടർ, അങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പം ഇതൊക്കെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് സോഷ്യൽ സയൻസ്, പൊളിറ്റിക്സ്, ലൈഫ്. അതിൽ ഞാൻ ഒരു മിനിറ്റ് ചെയ്യാം. ഇതാണ് വരുന്നത്. ചുളിക്കുന്നൊന്നും ഇല്ല കേട്ടോ, നീ ടെൻഷൻ ആവണ്ട. എവിടെടാ അതിൻ്റെ ഇതെവിടെ? ഇൻഡെക്സ് എവിടെ? ഇൻഡെക്സ് ഇല്ലേ? ഇതാണ് ടീക്കുട്ടിയുടെ സോഷ്യൽ ബുക്ക് കേട്ടോ. ഓക്കെ ഫൈൻ. ഇതാണ് വൺ ഈക്വാലിറ്റി ഇൻ ഇന്ത്യൻ ഡെമോക്രസി, ഓൺ ഈക്വാലിറ്റി. ഓക്കെ, ദ ടൂസ്, പിന്നെ യൂണിറ്റ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതെന്താടാ? ഹിസ്റ്ററിയോ? ഇതാണോ ഗൈസ് ഹിസ്റ്ററി കേട്ടോ? ഹിസ്റ്ററി അല്ല, നമ്മൾ ഹിസ്റ്ററിയിലെ നമ്മൾ അന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. ഇതാണ് ഹിസ്റ്ററി ബുക്ക്. പിന്നെ ഇതോ? ഇതാണ് ഇംഗ്ലീഷ് ഗൈസ്. ഇത് ആദ്യമായിട്ടോ ടീക്കുട്ടി? ലാസ്റ്റ് ഇയർ നല്ല വലുപ്പമായിരുന്നില്ലേ ടിയ? ഹണിക്കൊമ്പ് തന്നെയായിരുന്നോ? ഹണി സർക്കിൾ. ഇത്രയും ചെറുതായിരുന്നു? ഓക്കെ, ഇതിനെക്കാട്ടും വലുതായിരുന്നു? ഇതിനെക്കാളും ചെറുതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം ഇത്തിരി വലുതാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ്, ഒരു മിനിറ്റ് ചെയ്യുക, കാണിച്ചു കൊടുക്കട്ടെ. ഹണികോം, നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഇത്രയും ചെറുതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിലെ പോർഷൻസ് ഒന്ന് എടുത്തേടാ. കാരണം ഒരുപാട് അമ്മമാർ ടീക്കുട്ടിയുടെ ബുക്സൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുണ്ടോ, ഇതിൽ ഒന്ന് കൊടുത്തില്ല. ഇൻ വ്യൂ ഓഫ് ദി COVID-19 പാൻഡമിക്. ഇതൊക്കെയായിരുന്നു ഇപ്പോഴത്തെ കേട്ടോ, ഇപ്പോഴത്തെ ടോപ്പിക്, ഇപ്പോഴത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്തത് ഇത് സപ്ലിമെൻ്ററി. ഇതേതാ? ഇതാണ് നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്സ് കേട്ടോ. ഇവർ ഫോളോ ചെയ്യുന്ന NCERT. ഒരു മിനിറ്റ് കേട്ടോ. ഇതാണ് സയൻസിലെ ഏതാ നോക്കട്ടെ. എടാ അതെവിടെ? ചുളിക്കുന്നില്ല. എൻ്റെ അമ്മേ, അതിൻ്റെ ഇൻഡെക്സ് എവിടെ? ഫസ്റ്റ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. അടുത്തത് ന്യൂട്രീഷൻ ഇൻ ആനിമൽസ്. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കട്ടെ. ഓരോരുത്തരുടെ ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും എടാ. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്തത് ഏതാ? അടുത്ത ടീക്കുട്ടീസ് ഫേവറേറ്റ് GK. അത് വേണ്ട. അടുത്ത ടീക്കുട്ടീസ്. ഓക്കെ, നെക്സ്റ്റ് ഹിന്ദി ഇതാണ്. കുറച്ച് ചെറിയ ബുക്കാണ്, പക്ഷെ അതിൻ്റെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഇൻഡെക്സ് എടുത്തേടാ. ഇതൊക്കെയാണ് കേട്ടോ സാധനങ്ങൾ. 2 ചിടിയാൻ പറന്നു പോകുന്നുണ്ട്. ഇതിനി എന്താവും എന്നറിയില്ല. ഇനി അടുത്തത് നമ്മുടെ കമ്പ്യൂട്ടർ അത്ര ബുക്സേ ഉള്ളൂ. പിന്നെ ഏതാടാ? പിന്നെ അതും വിട്ടിട്ടൊന്നുമില്ലല്ലോ. അതൊന്നും വേണ്ട, ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ബുക്സ് ടീക്കുട്ടിയുടെ. അപ്പോൾ ഇനി ഇതൊക്കെ കവർ ചെയ്ത് ടീക്കുട്ടിക്ക് ദിസ് മന്ത് ലാസ്റ്റ് തൊട്ടിട്ട് ട്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, വെക്കേഷൻസ് ഒക്കെ അടിച്ചു പൊളിക്കാല്ലേ ടിയ? മാത്സ് കിട്ടിയിട്ടില്ല അല്ലേ? അദ്വൈക്കിൻ്റെയും കുറച്ച് സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ദേ ഇനിയിപ്പം ട്യൂഷൻ ടീച്ചറൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കും അല്ലേ മന്ന? അപ്പോൾ ഒരു കൺക്ലൂഷൻ പറയൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്ത വീഡിയോ പിന്നീട് കാണാം.